കഥാനായികയായ ജെന്നിഫർ ഹിൽസ് ഒരു യുവ എഴുത്തുകാരിയാണ്. പുതിയ നോവലിനായുള്ള പ്രചോദനം കണ്ടെത്താൻ അവൾ ഒരു കാടിനോട് ചേർന്നുള്ള ഒരു ഒറ്റപ്പെട്ട വീട്ടിൽ താമസിക്കാൻ വരുന്നു. അവളെ നാട്ടുകാർ ശ്രദ്ധിക്കുന്നത് കാണാം. ചിലർ അവളോട് അടുക്കാനും ശ്രമിക്കുന്നു. ഗ്യാസ് സ്റ്റേഷൻ ജീവനക്കാരനായ ജോണി അവളോട് മോശമായി പെരുമാറുന്നു. കഴിഞ്ഞ ദിവസം മുതൽ അവളെ ആരോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അവൾക്ക് തോന്നുന്നു. ഒരു രാത്രി ജോണി, ആൻഡ്രി, സ്റ്റാൻലി, മാത്യു എന്നിവരുടെ സംഘം അവളുടെ വീട്ടിൽ അതിക്രമിച്ച് കയറുന്നു. അവരെ കണ്ടപ്പോൾ അവൾ ഭയന്നു ഓടാൻ ശ്രമിച്ചു. പക്ഷേ അവൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. അവർ അവളെ ക്രൂരമായി പീഡിപ്പിക്കുന്നു. ഈ സമയം നാട്ടിലെ ഷെരീഫ് അവിടെ എത്തുന്നു. പക്ഷേ അവൻ ജെന്നിഫറിനെ രക്ഷിക്കുന്നതിന് പകരം ആ ക്രൂരതയിലേക്ക് ചേരുന്നു. ജെന്നിഫറിനെ തകർത്തതിനു ശേഷം അവർ അവളെ കൊല്ലാൻ ശ്രമിക്കുന്നു. പക്ഷേ അവൾ ഒരു നദിയിലേക്ക് ചാടി രക്ഷപ്പെടുന്നു. അവൾ മരിച്ചെന്ന് കരുതി അവർ അവിടെ നിന്ന് പോയി കളഞ്ഞിരിക്കുന്നു. സത്യത്തിൽ അവൾ മരിച്ചിരുന്നില്ല. അവൾ കാട്ടിൽ ഒളിച്ചിരിക്കുകയും സ്വയം പൊരുത്തപ്പെട്ടു മുന്നോട്ട് പോകാനുള്ള ധൈര്യം കണ്ടെത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ അവൾ ഒരു ബലഹീനമായ സ്ത്രീയല്ല, പ്രതികാരം ചെയ്യാൻ തയ്യാറായ ഒരു ഹണ്ടറായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ജെന്നിഫറിന്റെ ആദ്യത്തെ ഇരയായിരുന്ന മാത്യുവിനെ അവൾ തന്ത്രപൂർവ്വം വലയിലാക്കുന്നു. അവൾ അവൻ്റെ കഴുത്തിൽ ഒരു കയറിട്ട് തൂക്കിക്കൊല്ലുന്നു. അവളുടെ പീഡനത്തിൽ പങ്കെടുത്ത ആദ്യത്തെ ഇര ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. സാൻഡ്രിനെ ആൻഡ്രിനെ ജെന്നിഫർ പിടികൂടി ആൻഡ്രീനെ ബാത്തപ്പിൽ മേലെ കെട്ടിവെക്കുകയും അതിലേക്ക് ആസിഡ് ഒഴിക്കുകയും ചെയ്യുന്നു. ആൻഡ്രീനെ കണ്ണുകൾ കൊത്തിയെടുത്ത് അവനെ കൊന്നുകളയുകയും ആൻഡ്രീനെ ബാത്തപ്പിലെ ആസിഡ് മുക്കി കൊല്ലുകയും ചെയ്തു. നാലാമത്തെ വില്ലനായ ജോണിനെ പിടികൂടുകയും അവനെ കെട്ടിയിടുകയും ചെയ്തു. ജോണിനെ അവൾ ഭയപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അവൻ കരയുന്നു. ജെന്നിഫർ അവന്റെ സ്വകാര്യ ഭാഗങ്ങൾ മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് മുറിച്ചു മാറ്റുന്നു. ജോണി രക്തസ്രാവം മൂലം മരിക്കുന്നു. പിന്നെയുള്ളത് ഷെരീഫ്. ജെന്നിഫർ ഷെരീഫിനെ തട്ടിക്കൊണ്ടു പോകുന്നു. അവന്റെ ഒരു കസേരയിലേക്ക് കെട്ടിയിട്ട് ഒരു പൈപ്പ് അവന്റെ വായിൽ കയറ്റുന്നു. അവരുടെ പീഡനത്തിന് ഏറ്റവും വലിയ കാരണമായിരുന്ന അവൻ അവസാന നിമിഷം വരെ ഭയന്നു കരയുന്നു. ജെന്നിഫർ പൈപ്പിനുള്ളിലേക്ക് ഒരു തോക്കിന്റെ മസിൽ നീട്ടുന്നു. എന്നിട്ട് ദിസ് ഈസ് വാട്ട് യു ഡിസേർവ് എന്ന് പറഞ്ഞ് ട്രിഗർ വലിച്ചു തീർക്കുന്നു. അവൻ മരിച്ചപ്പോൾ ജെന്നിഫർ കൂളായി അവിടെ വിട്ടുപോകുന്നു. ഒരു നേരത്തെ ദുർബലമായ യുവതി അവളുടെ സ്വന്തം ശക്തിയാൽ ഒരു മോൺസ്റ്ററായി മാറുന്നത് നമ്മൾ കണ്ടു. ഈ സിനിമ ഒരു ശക്തമായ പ്രതികാര കഥയാണ്. പക്ഷേ അതിനകത്ത് ഭീകരത നമുക്ക് മറക്കാനാവുകയുമില്ല. അടുത്ത കഥയുമായി വീണ്ടും കാണുന്നവരെ ദിസ് ഈസ് സിനിമിട്രി.